ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കുറച്ച് കളർ മീനുകളെ വാങ്ങുന്ന ഒരു വീഡിയോയാണ്. ഒരുപാട് നാളായി അതിനും അപ്പം പറയാൻ തുടങ്ങിയിട്ട് വീട്ടിൽ ഒരു ചെറിയൊരു അക്വേറിയം സെറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, ഞങ്ങൾക്ക് കുറച്ച് നാടൻ മീനുകളെ വാങ്ങിയിട്ട് ഒന്ന് വളർത്തി നോക്കിയാലോ എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അതായത് പിലോപ്പിയോ അല്ലെങ്കിൽ വരാലോ അങ്ങനെ എന്തെങ്കിലും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടാങ്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് ഇന്ന് തന്നെ ഏതായാലും പോയിട്ട് നമുക്ക് കുറച്ച് കളർ മീനുകളെയും അതുപോലെ നാടൻ മീനിനൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മളതെല്ലാം വാങ്ങി. അപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹം അതിനുമോൾക്കാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള മീനുകളൊക്കെ വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് വാങ്ങി കൊടുക്കുന്നത്. എപ്പോഴും പറയും വേണമെന്ന്. അപ്പോൾ ഇന്ന് തന്നെ നമുക്കത് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിലാണ് പോയത്. അപ്പോൾ അവിടെ പല തരത്തിലുള്ള അക്വേറിയത്തിൽ വളർത്താൻ പറ്റുന്ന പലതരത്തിലുള്ള മീനുകളെ ഞങ്ങൾ കണ്ടോ. അപ്പം ഗപ്പിയുണ്ട്, ഗപ്പിയുടെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്, പല കളറിലുള്ള ഗപ്പികളുണ്ട്, പിന്നെ വേറെ വേറെ കളർ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് പിലോപ്പി ഇവിടെ ഉണ്ടായിരുന്നില്ല, പകരം വരാൽ ഒരുപാട് മീനൊന്നും വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഗപ്പി അതിനുമോൾക്ക് വേണ്ടിയിട്ട് ഒരു 2 ഗപ്പിയാണ് വാങ്ങിയത്. ഇതാണ് ഞാൻ പറഞ്ഞ വരാൽ കേട്ടോ, നാടൻ വരാലാണ് ഇത്. അപ്പോൾ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളൊരു 5 എണ്ണമാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇതിനൊക്കെ ടാങ്കിലേക്ക് മാറ്റണം. അപ്പോൾ ടാങ്കിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ടാങ്ക് ഓൾറെഡി റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലാണ് നമ്മൾ ഗപ്പിക്കുഞ്ഞിനെ ഇടുന്നത് കേട്ടോ. 2 ഗപ്പിക്കുഞ്ഞേ ഉള്ളൂ. അപ്പോൾ പെയറായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ ബൗളൊക്കെ നമ്മൾ വാങ്ങി, അതൊക്കെ അതിൽ വെള്ളമൊക്കെ നിറച്ച് എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗപ്പിക്കുട്ടന്മാർ കേട്ടോ. 2 പേരാണ് ഉള്ളത്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് നേരം അവരുടെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ ആ കവർ അങ്ങനെ തന്നെ നമ്മുടെ ഈ ബൗളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് ഓക്കെ ആവാൻ ഇങ്ങനെ ചെയ്യണം എന്നാണ് കേട്ടോ ആ ചേട്ടൻ പറഞ്ഞ്. അപ്പോൾ അതിനുശേഷം ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മുടെ ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇവർക്കുള്ള ഫിഷ് ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ഇത് ജീവിക്കുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരു ആഗ്രഹം, അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ 2 പേരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സ്പേസ് ഉള്ളത് കൊണ്ടിട്ട് അവർ 2 പേരല്ലേ ഉള്ളൂ. ഇതാണ് നമ്മൾ നല്ല രീതിയിൽ ഓടി കളിക്കുന്ന ടാങ്ക് കേട്ടോ. അപ്പോൾ ഈ വെള്ളം കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു കുളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുളത്തിൽ നിന്ന് നമ്മൾ വെള്ളം കോരി എടുത്തിട്ട് ഒരു 2-3 ദിവസമായിട്ട് നമ്മുടെ ഈ ടാങ്കിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിലുള്ള ചെറിയ ചെറിയ പായലും സംഭവങ്ങളൊക്കെയാണ് ഈ അടിയിൽ ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 5 വരാലിൻ്റെ കുഞ്ഞുങ്ങളെയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ തന്നെ അവരെ ആ ഒരു ടെമ്പറേച്ചർ ഓക്കെ ആവാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് വെച്ചു. ആ കവറിൽ തന്നെ മുക്കി വെച്ചായിരുന്നേ. അതിനുശേഷമാണ് നമ്മളവരെ ഈ ഒരു വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അവർ 5 പേരേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലം ഉള്ളതുകൊണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഓടി കളിക്കുകയാണ്. അപ്പോൾ ഇവർക്കും ഇപ്പോൾ ചെറിയ കുട്ടികളായതുകൊണ്ടിട്ട് ഫിഷ് ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ 5 പേരുള്ളത് കൊണ്ടിട്ട് ചേട്ടന് ഒരു 5 എണ്ണത്തിനും കൂടി വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ ഒരു 5 വരാലിൻ്റെ കുഞ്ഞുങ്ങളെ തന്നെ വീണ്ടും ആ കടയിൽ പോയിട്ട് വാങ്ങിയിട്ടോ. അപ്പോൾ ആകെ 10 എണ്ണ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ ആ ചേട്ടൻ്റെ കയ്യിൽ. അങ്ങനെ നമ്മൾ മുഴുവനും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം അവരെ ഇട്ടിട്ട് പിന്നെയും അവരെയും നമ്മൾ റിലീസ് ചെയ്തിടുകയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു. കാരണം ശരിക്കും അവിടെ ചെറിയൊരു ടാങ്കിലാണ് ഇവർ കിടന്നിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ ഒരുമിച്ചിരുന്ന എല്ലാവരെയും 10 പേരെയും കൂടി നമ്മൾ വാങ്ങിയതുകൊണ്ട് ഫ്രണ്ട്സിനെ ആരെയും മിസ്സായിട്ടില്ല. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ 10 പേരും ഇവിടെ ഓടിക്കളിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നാടൻ വരാലായതുകൊണ്ട് നമുക്കിതിൻ്റെ കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പോൾ അത് സാധാരണ ഫിഷ്